ചാപ്റ്ററിലേക്ക് നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് നമ്മുടെ സെൽവദുരൈ അല്ലെ ശ്യാം സെൽവദുരൈ എന്ന് പറയുന്ന നമ്മുടെ ഓദറിന്റെ ഒരു എന്താണ് നമ്മുടെ ശ്രീലങ്കയിലെ ഒരു റയറ്റ് അല്ലെ നമ്മുടെ ശ്രീലങ്കയിലെ തമിഴരും അതുപോലെ അവിടുത്തെ സിംഹാളീസ് എന്ന് പറയുന്ന ആ ഒരു റീജിയനിലെ ആൾക്കാരൊക്കെ തമ്മിലുള്ള ആ ഒരു സ്ട്രഗിളും ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. അങ്ങനെ കുറച്ച് എന്താ പറയാ അവരുടെ കുറച്ച് ജീവിതവും അതുവഴി അവർക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യങ് അഡൽട്ട് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദ ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഒരു നോവൽ അല്ലെ. അപ്പൊ ആ ഒരു നോവല് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു നോവലില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓദർ ആരാണ്? ശ്യാം സെൽവദുരൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഒരു ഫണ്ണി ബോയ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, എന്തായിരിക്കും? ഒരു ആൺകുട്ടിയുടെ കഥയാണ് അല്ലെ, ഫണ്ണി ബോയ് എന്ന് കറക്റ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം രസകരമായ ഒരു ആൺകുട്ടിയുടെ കഥ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെ. അപ്പോൾ ഈ ഒരു ഫണ്ണി ബോയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എത്രയാണ്, ഒരു 7 ഇയേഴ്സ്, ഒരു 7 വയസ്സുള്ള അർജയ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി. ആ ആൺകുട്ടിയുടെ ജീവിതത്തിലെ അവന്റെ പല പല സിറ്റുവേഷൻസിലൂടെ അവൻ കടന്നു പോകുന്നു. അതുപോലെ തന്നെ അവന്റെ ഐഡന്റിറ്റി എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്ന് അവൻ കുറച്ച് അവന്റെ ലൈഫില് കുറെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവൻ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതുമാണ് നമ്മളോട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പ്രിസൈസ് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി നോവൽ ഫണ്ണി ബോയ്സ് വാസ് 6 ചാപ്റ്റേഴ്സ്. ഇതിന് 6 ചാപ്റ്റർ ആയിട്ടാണ് ഈ നോവല് മെയിൻലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു തീം എന്ന് പറയും അല്ലെ, എന്തായാലും ഒരു കോർ ഐഡിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ നോവലും അവർ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി എന്ന് നമുക്ക് ഷോർട്ട് ആക്കി പറയാനാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ The first few chapters captures RJ's childhood. ഈ ഒരു 7 വയസ്സുള്ള കുട്ടിയുടെ ചൈൽഡ്ഹുഡ് അല്ലെ, അവന്റെ കുട്ടിക്കാലവും അവൻ വളർന്നു വന്ന ആ ഒരു സാഹചര്യവും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ എപ്പിസോഡുകൾ പോലെ നമ്മുടെ മുമ്പിൽ ഈ നോവലിസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ എന്തുണ്ട്, ആൻഡ് റീകോൾ ദ വേരിയസ് എപ്പിസോഡ്സ് ദാറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഹോൾ ഫാമിലി. അങ്ങനെ അവനെ മാത്രമല്ല അവന്റെ ആ ഒരു ഹോൾ ഫാമിലി അല്ലെ, അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അവന്റെ അങ്കിൾ, ആന്റി, അങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കൂടി അവനിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ദി ലൈറ്റർ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ടു ഫോക്കസ് ഓൺ ദ പൊളിറ്റിക്കൽ ടെൻഷൻ ഇൻ ദ നേഷൻ. അങ്ങനെ ആ ഒരു രാജ്യത്ത് അല്ലെ, ശ്രീലങ്കയിൽ ഭയങ്കരമായിട്ടുള്ള കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു 1983 എന്ന് പറയുന്നത് അല്ലെ, 1983. അപ്പൊ ആ ഒരു കാലഘട്ടം അവിടുത്തെ പൊളിറ്റിക്കൽ നേഷനും കൂടി നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ട് നോവലിസ്റ്റ് വരച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ അല്ലെ, ആ ഒരു ജനത എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നത്, അവിടുത്തെ കുട്ടികൾ, അതുപോലെ അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലി ആ ഒരു നേഷനെ കുറിച്ച് നമ്മളോട് വൈഡ് ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെ ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്, അർജയ്സ് ഡിസ്കവറി ഓഫ് ഹിസ് ഓൺ സെക്ഷുവാലിറ്റി. അതുപോലെ തന്നെ ഈ അർജയ് എന്ന് പറയുന്ന അപ്പോ നമ്മുടെ ഈ ഒരു ഗേ അല്ലെ, അതായത് നമ്മുടെ തന്നെ മെയിലിനോട് ഒരു അട്രാക്ഷൻ തോന്നി, അവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻ, അങ്ങനെയൊക്കെ ഒരു ഐഡന്റിറ്റിയാണ് ഇവന് ഉണ്ടായിരുന്നത്. അപ്പൊ അവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ഈ ഒരു കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ അവൻ അതുപോലെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇനി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പബ്ലിക്കേഷനും അതിന്റെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ തീം ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കാൻ വരുന്നത് അതിനെ 6 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ഒരു നോവലിൽ 6 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ പാർട്ടിനും ഇവർ ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിന് ഒരു പേര്, സെക്കൻഡ് പാർട്ട്. അപ്പൊ ഓരോ പാർട്ടിലും ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടല്ലോ, അവന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അപ്പൊ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അവന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ കൂടി ഉൾപ്പെട്ടതാണ് ഈ ഒരു ചെറിയ നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോവലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെ. ഫണ്ണി ബോയ് പബ്ലിഷ്ഡ് ഇൻ 1994 is set in Colombo months before the 1983 riots. അപ്പോൾ 1983 നടന്ന കലാപങ്ങൾക്ക് മുൻപ് തന്നെ അല്ലെ, ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ narrated from the point of view of 7 years old Arjay, the narrative gives details of his experiences within his family. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഒരു അർജെ എന്ന് പറയുന്നതാണ് ഈ മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത്, ഇതിനകത്ത് പ്രോട്ടഗോണിസ്റ്റ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഇവിടെ നോവലിസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. The novel has 6 sections. അപ്പൊ നോവൽ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, എത്രയാണ് 6 സെക്ഷൻസ് ആയിട്ടാണ് ഈ നോവലിനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. And Arjay learns valuable life lessons through his interactions. അപ്പോൾ ഈ അർജയ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടി അവന്റെ ഒരു ജീവിതത്തിലെ കുറച്ച് വിലപിടിപ്പുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് ലെസൺസ് ഒക്കെ അവൻ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവന് കിട്ടുന്നുണ്ട്. through his interactions with different characters. അപ്പോൾ പല ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള ചെറിയ ചെറിയ എപ്പിസോഡുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് നമ്മളോട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The writer Shyam Selvadurai, a Sri Lankan Canadian novelist. അപ്പോൾ ഈ നോവലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു ശ്രീലങ്കൻ കനേഡിയൻ നോവലിസ്റ്റ് ആണ് കേട്ടോ. Was 19 when his family migrated to Canada during the ethnic riots of 1983. അപ്പോൾ ഈ ഒരു 1983 ഈ ഒരു ശ്രീലങ്കയിലെ കലാപമൊക്കെ നടന്ന് അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരു നോവലിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? അദ്ദേഹത്തിന് 19 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം കേട്ടോ. അതിനുശേഷം 1994 നമ്മുടെ ഈ ഒരു നോവൽ ഫണ്ണി ബോയ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. There are several similarities between Selvadurai's biographical details and Arjay's fictional persona. അപ്പോൾ ഈ വായിച്ച ഈ ഒരു നോവല് റീഡ് ചെയ്തിട്ടുള്ള ക്രിറ്റിക്സ് ഒക്കെ പറയുന്നത് എന്താണ്? ഈ സെൽവദുരൈ എന്ന് പറയുന്ന ഈ ഒരു നോവലിസ്റ്റിന്റെ പേഴ്സണൽ ലൈഫ് അല്ലെ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സുമായിട്ട് ഈ ഒരു നോവലിലെ അർജയ് എന്ന് പറയുന്ന കുട്ടിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ബട്ട് സെൽവദുരൈ ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഫണ്ണി ബോയ് ഈസ് നോട്ട് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ നരേറ്റീവ്. പക്ഷേ സെൽവദുരൈ അത് കംപ്ലീറ്റ് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ നോവല് എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഫിക്ഷനുമായിട്ട് അത്ര റിലേറ്റഡ് ഒന്നും അല്ല, ഇതൊരു ആ ഒരു അർജയ് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? വി വിൽ മേക്ക് ആൻ അനാലിസിസ് ഓഫ് ശ്യാം സെൽവദുരൈ ഫണ്ണി ബോയ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫണ്ണി ബോയ് എന്ന് പറയുന്ന ഈ ഒരു നോവല്, അതിലെ ക്യാരക്ടേഴ്സ്, മെയിൻ ആയിട്ട് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള അർജയും അവന്റെ കുറച്ച് എക്സ്പീരിയൻസുകളുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ. പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ക്യൂനെസ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു ഈ ഒരു കുട്ടിക്ക് ഈ ഒരു സെക്ഷുവാലിറ്റി അല്ലെ, അവന്റെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്താണ് എന്റെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഞാൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, എനിക്ക് എന്തിനോടാണ് ഇൻട്രസ്റ്റ്, അങ്ങനെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലി ദ ടേം queer was used for people whose sexuality did not conform to the binary of heteronormative norms. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെങ്കിൽ അവന് അവന്റെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ റിലേഷനോട് അവന്
താല്പര്യം തോന്നുന്നില്ല. അതായത് മോറൽ സെക്ഷൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നേരെയുള്ള അല്ലെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷനെയാണ് നമ്മൾ നാച്ചുറലി ഒരു നല്ല ഒരു ഗുഡ് സെൻസിലുള്ള ഒരു റിലേഷൻ നമ്മൾ എല്ലാവരും കരുതി പോരുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ അതിന് കാഴ്ചപ്പാടുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സും അല്ലെ അങ്ങനെ ഉള്ളവർക്ക്, ഗെയിം അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നൊരു സ്പേസ് ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ജനറലി നമ്മൾ ഒരു മോറൽ എത്തിക്സ് ഉള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ അവന് ആ ഒരു ബൈനറി, അവന്റെ ഒരു അതിർവരമ്പ്, അവന് അതാണോ, ഞാൻ ഇതിനുള്ളിലാണോ, അതോ എനിക്കൊരു ഗേ ആണോ, അങ്ങനെ ഒരു ഡൗട്ട് ഈ ഒരു ആൺകുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. It was used to exclude people from the domain of normalcy. Over the years, it has been used for the lesbian, gay, bisexual, transgender, queer or questioning or the LGBTQ community. അപ്പോൾ ഞാൻ എന്താണ് എന്നൊരു സംശയമാണ് ഈ കുട്ടിയുടെ മേൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ ക്യൂർ എന്ന് പറയുന്ന ഒരു പദം ഈ ഒരു ആരെയൊക്കെയാണ്, നമ്മുടെ ലെസ്ബിയനെ, ഗേനെ, അതുപോലെ ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പദം നമ്മൾ ഉപയോഗിച്ച് പോരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നൗ an umbrella term for people of all sexualities that they lie outside the ambit of heteronormity. പക്ഷെ ഇപ്പോൾ അത് എല്ലാ ഒരു അംബ്രല്ല പോലെ, അതായത് എല്ലാ ജന വിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. John Chauncey, a historian at Columbia University, says many men who identified themselves as queer were repelled by the style of the fairy and his laws of mainly status, and almost all were careful to distinguish themselves from such men. In the 20th century, the word queer got sexually loaded connotation of same-sex relationship. പക്ഷേ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഈ ക്യൂർ എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് നമ്മുടെ ആ ഒരു സെയിം സെക്സിലുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫണ്ണി ബോയ് സമ്മറി ആൻഡ് അനാലിസിസ് അല്ലെ. അത് ആ ഒരു ടേം എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി കൊടുത്തിരുന്നതാണ് കേട്ടോ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഫണ്ണി ബോയുടെ സമ്മറി അല്ലെ. നമ്മളിപ്പോ കണ്ടു കഥ എന്താണെന്ന് നമുക്കറിയാം, എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഫണ്ണി ബോയ് ഹാസ് 6 ചാപ്റ്റേഴ്സ്. ഈ ഒരു നോവലിന് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. The first few parts captures RJ's childhood and recall the various episodes that introduce the whole family and RJ. അപ്പോൾ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ് ഈ RJയും അതുപോലെ തന്നെ RJയുടെ ആരെയാണ്, ഫാമിലി മെമ്പേഴ്സിനെയും നമ്മളെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. The later chapters focuses, അങ്ങനെ പിന്നീട് ഒരു അവസാനത്തെ 2-3 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ includes the political tension അല്ലെ. നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞു അല്ലെ, ഓൾറെഡി പറഞ്ഞു, ശ്രീലങ്കയിൽ ആ സമയത്ത് റയറ്റ്സ് ഒക്കെ പൊട്ടിപ്പുറപ്പെട്ട സമയം അല്ലെ, കലാപങ്ങളൊക്കെ കൊണ്ട് ജനത ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പൊ ആ ഒരു എന്താണ് പൊളിറ്റിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട് അവസാനത്തെ കുറച്ച് ചാപ്റ്ററുകളിൽ. പിന്നെ എന്താണ് അർജയ്സ് ഡിസ്കവറി ഓഫ് ഹിസ് ഓൺ സെക്ഷുവാലിറ്റി. അതുപോലെ തന്നെ അർജയ്ക്ക് അവനൊരു ഗേ ആണോ, അതുപോലെ അവനൊരു എന്താണ് ഒരു എന്താ ബൈസെക്ഷൽ ആണോ, അങ്ങനെ ഒരു ഡൗട്ട്, അവന് ഐഡന്റിറ്റിക്ക് അവനൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവനൊന്ന് ഡിസ്കവർ ചെയ്യുന്നെടുക്കുന്നത് കൂടിയാണ് നമ്മുടെ ഈ നോവലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന് ഇവിടെ ഓരോ ചാപ്റ്ററിനും ഓരോ പേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന പേര് എന്താണ്, സെക്ഷൻ 1 ഓർ ചാപ്റ്റർ 1 പിഗ്സ് ക്യാൻ ഫ്ലൈ അല്ലെ. അതായത് പന്നികൾ പറക്കുന്നില്ല എന്നൊരു മലയാളം ടൈറ്റിലോട് കൂടിയാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ വന്നിട്ടുള്ളത്. എന്താണ്, പിഗ്സ് ക്യാൻറ്റ് ഫ്ലൈ, പിഗ്സ് പറക്കുന്നില്ല, പന്നികൾ പറക്കുന്നില്ല, അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് വരുന്നത്, ദ ഫസ്റ്റ് ചാപ്റ്റർ മെൻഷൻസ് പാട്രിയാർക്കൽ സെറ്റിംഗ് അപ്പ് ഇൻ ദ തമിഴ് സൊസൈറ്റി ഇൻ ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയിലുള്ള തമിഴന്മാരുടെ ഒരു പാട്രിയാർക്കൽ സെറ്റിംഗ്സ്, അതായത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. It has defined spaces for girls and boys. അപ്പൊ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സ്പേസ് ഉണ്ട് അല്ലെ. The area outside, the domestic space, the front garden, the road and the field that lay in front of the house. അപ്പോൾ വീടിന്റെ മുമ്പിലുള്ള ഒരു സ്ഥലം, റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെയാണ് ഇവരുടെ കളിസ്ഥലമായിട്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. Belonging to the boys and the girls, territory is confined to the back garden and the kitchen porch. Here, the protagonist RJ
is seen entering the girl's territory due to his imagination and orchestras the game of weddings. അങ്ങനെ നമ്മുടെ ഈ ഒരു അർജുൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെൺകുട്ടികൾ കളിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് അവൻ ചെന്ന് കയറുകയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ ചെറിയൊരു പെൺകുട്ടി അങ്ങനെ ഒരു താല്പര്യം വരുന്നത് കൊണ്ടാണ് ഒരു ഇത് കേട്ടോ. കാരണം ഒരു ആൺകുട്ടിയാണ്, പക്ഷെ പെണ്ണുങ്ങളുടെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പറയല്ലോ ട്രാൻസ്ജെൻഡർ ഒക്കെ പോലെ, അങ്ങനത്തെ ഒരു ഫീച്ചറൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അവൻ കൂടുതലും പെൺകുട്ടികളുടെ കൂടെയുള്ള ഗെയിംസിലൊക്കെ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അർജയ്സ് പാരന്റ്സ് ട്രൈഡ് ടു മാനപ്പ് ഹിം. അപ്പൊ അർജയുടെ പാരന്റ്സ് ഇവനെ നീ ആൺകുട്ടിയാണ്, നീ അവരുടെ കൂടെ കളിക്കുന്നതാണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ കൊടുക്കാറുണ്ട്. ഹിം as they are worried that he may turn out to be gay. അപ്പൊ ഇവർക്കൊരു പേടിയുണ്ട്, ഇവന് ഈ ഒരു ഗേ ആയി പോവോ, അങ്ങനെയാണ് ഇവന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ പാരന്റ്സിന് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. Arjay's feels different from the rest of his male cousins in terms of his sexual disposition. അവന്റെ കൂടെയുള്ള മറ്റ് ആൺകുട്ടികളെ പോലെയല്ല, അവനൊരു കൺഫ്യൂഷനും ഒക്കെ വരുന്നിട്ട് അവന്റെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് സെൻസ് ഓഫ് എക്സൈൽ ആൻഡ് ലോൺലിനെസ് ഫോർ ഹിം. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവന്റെ ആൺകുട്ടികളുടെ കൂടെ അവന് മര്യാദയ്ക്കൊന്നും ഗെയിംസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇടപഴകാനോ ഒന്നും അവന് പറ്റുന്നില്ല. അല്ലെ, അവനൊരു എന്താ പറയാ, പെൺകുട്ടികളൊക്കെ കളിക്കാൻ വരുന്നത്. അപ്പൊ അവന്റെ ഒരു ഐഡന്റിറ്റി അവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. The feeling of being different from the children around him begins to define his self identity. അപ്പോൾ ഇവന്റെ ചുറ്റിനുമുള്ള ഈ കുട്ടികളിൽ നിന്ന് ഇവനെ വ്യത്യസ്തനാക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് ഇവന് മനസ്സിലായി അല്ലെ. അപ്പൊ അതെന്താണ്, അത് തന്നെയാണ് അവന്റെ ഒരു സെൽഫ് ഐഡന്റിറ്റിക്ക് വേണ്ടി അവരുടെ സ്ട്രഗിള് അവിടെയാണ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്തായിട്ട് ഇവിടെ നോവലിൽ പറയുന്നത്. ഇനി അനാലിസിസ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചുള്ള അനാലിസിസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. The roles in his family makes his space narrow. അവന്റെ ഫാമിലി ഭയങ്കര ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ഒക്കെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരു അത്രയും വിശാല മനസ്കരായിട്ടുള്ള ആളുകളൊന്നും അല്ല അവിടെ ഉള്ളത്. Children know the binary gender but they do not object if someone crosses the line. അപ്പൊ ചിൽഡ്രൻസിന് അറിയാം ജെൻഡർ ലൈൻസ് ഏതാണ്, ക്രോസ് ചെയ്യാൻ പാടില്ല, ഇന്നടത്ത് കൂട്ടുകൂടണം പിന്നെ എന്നൊക്കെ അറിയാം. പക്ഷെ അവര് എന്താണ് അതിനെ എതിർത്ത് പോവാറൊന്നുമില്ല. The girls are the fine airlines as a bride except her fat as Tanuja. She calls Arjay Pansy, Fagot and Sissy and Funny, which take a weird connotation as the adults justice or now what Cyril uncle is hinting at. അപ്പോൾ ഈ ഒരു അർജയുടെ ഒരു ഫീച്ചർ ഒക്കെ വെച്ചിട്ട് ഇവര് അർജയനെ കളിയാക്കാറൊക്കെയുണ്ട് അല്ലെ. പാൻസി ഫഗോട്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ദബുദ്ധി, പെണ്ണൻ, അങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരു എന്താണ് നമ്മൾ ഈ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു നേച്ചറൊക്കെയാണ് ഈ അർജയിൽ കാണുന്നത്. They get afraid to express their thoughts in case Arjay's effeminate manners hinted possible homosexuality. അപ്പോൾ ഈ അർജയനെ ഇങ്ങനെ വിളിക്കാനും ഒക്കെ എന്താണ് നമുക്കൊരു പേടിയൊക്കെ ഉണ്ട്, കാരണം ഇവന്റെ പെരുമാറ്റം ഒക്കെ കണ്ടിട്ട് പൊതുവായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ലല്ലോ. His father Appa thinks that sexual orientation is because of bad parenting rather than anything else. Amma fears he will run out to be homosexual, so prevents him from playing or watching the girls play. അപ്പോ ഈ അമ്മക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ഇവൻ ഇങ്ങനെ ഒരു ഗേ ആയി പോകും, അപ്പൊ പെൺകുട്ടികളിലൂടെ കളിക്കാനൊക്കെ വിട്ടില്ല, അവരോട് കൂടി ഇടപെടാനൊക്കെ വിട്ടില്ല, ഇങ്ങനെ ഗേ തന്നെ ആയി പോകുന്നൊരു പേടിയൊക്കെ അമ്മയ്ക്കുമുണ്ട്. Meena is the only girl who plays with the boys, but this does not seem to threaten the family's sense of integrity of social standing. Arjay realizes that he stands alienated and shamed. അപ്പോൾ അർജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് താൻ ഒറ്റപ്പെട്ടു, താൻ നാണക്കേടാണ്, അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട രീതിയിലേക്ക് പോവുകയാണെന്ന് അവന് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ അവനെ കുറിച്ച്, അവന്റെ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ രാധ ആന്റി. അപ്പൊ ഇവന്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ആദ്യം തന്നെ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുന്നത് രാധ ആന്റിയെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ആന്റിയുടെ കഥ, അത് രണ്ടാമത്തെ ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 2 പേരും എന്ത് തന്നെയാണ്, രാധ ആന്റി എന്ന് തന്നെയാണ് കേട്ടോ. രാധ അർജയ്സ് paternal aunt has recently returned from America. അപ്പൊ ഇവര് രാധ ആന്റിയാണ് അർജയുടെ, അവര് അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. She looks and behaves very differently from his imagined ideal of Sri Lankan femininity. അപ്പോൾ അവരുടെ ആ ഒരു ഫെമിനിറ്റിയിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരാളാണ് കേട്ടോ. She is thin, not plump, flat like a boy. അപ്പൊ അവര് തിന്നാണ്, പ്ലംപ് ഒന്നും അല്ല, ഒരു ബോയുടെ ഒക്കെ ഒരു ലുക്കുള്ള ഒരു ആന്റിയാണ്.
ആൻഡ് ഡ്രസ് വിത്ത് വെസ്റ്റേൺ ക്ലോത്ത്സ്, അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യുന്ന ആളാണ്. രാജൻ നാഗേന്ദ്ര ആൻഡ് അക്വൈൻറ്റൻസ് പ്രപ്പോസ് ടു ഹെർ ബട്ട് ഷീ ഡസ് നോട്ട് അക്സെപ്റ്റ് ഹിസ് പ്രപ്പോസൽ. അപ്പോൾ ഇവരുടെ കൂടെ വന്നിട്ട് ഇവരുടെ കൂടെയുള്ള ഈ രാജ നാഗേന്ദ്ര എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ ഒരു രാധ ആന്റിനെ പ്രപ്പോസ് ചെയ്യുന്നു, പക്ഷെ അവരത് റിജക്ട് ചെയ്യാണ്. She becomes friends with Anil Jayasinghe. A Sinhalese Arji becomes a witness of her romantic relationship with Anil. അങ്ങനെ ഇവര് ഈ നാഗേന്ദ്രനെ റിജക്ട് ചെയ്തിട്ട് ഇവര് ഒരു അനിൽ എന്ന് പറയുന്ന അനിൽ ജയസിംഹെ എന്ന് പറയുന്ന ഒരു സിംഹാളി ആയിട്ടുള്ള ഒരു ശ്രീലങ്കക്കാരനെ ഇവര് റിലേഷൻ ആണ്, ഇവര് ഇൻ ലവ് ആവുകയാണ് കേട്ടോ. അപ്പൊ ഈ അർജയ്ക്ക് ഇവര് തമ്മിലുള്ള റിലേഷനും അവരുടെ ബന്ധമൊക്കെ നന്നായിട്ട് അറിയാം. To prevent his union from happening, Radha's parents sent her to Jaffna for a few weeks. അപ്പോൾ ഇവരുടെ ഒരു റിലേഷൻ ഒക്കെ വീട്ടിലിറങ്ങിയിട്ട് ഇവർക്ക് താല്പര്യമില്ല അല്ലെ, സിംഹാളീസ് ആയതുകൊണ്ട് ഇവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ രാധനെ വേറൊരു സ്ഥലത്തേക്ക്, നമ്മുടെ ശ്രീലങ്കയിൽ തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താനായിട്ട് കൊണ്ടുപോവുകയാണ്. ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് 2-3 ആഴ്ചത്തേക്ക്. While returning, she gets physically assaulted by a group of Sinhalese men. അപ്പോൾ അവള് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി കുറച്ചാൾ മാറ്റിയൊക്കെ നിർത്തി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒന്ന് ഒരു റിലേഷന്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി ആറിക്കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഇവള് വരുന്ന വഴിക്ക് ഇവരെ കുറച്ച് സിംഹാളീസ് ആണുങ്ങൾ ആക്രമിച്ച് ഇവളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് her resolve to fight her family weakens and she submit to their demands and marries a Tamil man. അങ്ങനെ ഇവൾക്ക് പിന്നെ എന്തായി, ഭയങ്കരമായിട്ട് റിവെഞ്ച്, അതായത് ഭയങ്കര ദേഷ്യം. കാരണം ആരെ കല്യാണം കഴിക്കരുതെന്ന് ആഗ്രഹിച്ചു ആ ഒരു കൂട്ടര് തന്നെ ഇവളുടെ ജീവിതം നശിപ്പിച്ചു. അപ്പൊ ഈ ഫാമിലി മെമ്പേഴ്സിനും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം വന്നു. അങ്ങനെ ആ ഒരു ഫാമിലിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ തമിഴ് മാനായിട്ടുള്ള രാജനെ കല്യാണം കഴിക്കുകയാണ്. As he grows up, he becomes more aware about racial intolerance, unfairness that exists. അപ്പോൾ ഇവൻ വളർന്നു വരുന്നതോറും ഇവന് മനസ്സിലാവുകയാണ് ഇവിടെ എത്രത്തോളമാണ് ഈ ഒരു റേഷ്യലിസം അല്ലെ, അതായത് നമ്മുടെ ഈ ഒരു എന്താണ് വർഗീയത, അല്ലെങ്കിൽ എന്താണ് ഓരോ കാസ്റ്റിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ജാതി, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള അൺഫെയർനെസ് അല്ലെ, അത്ര നല്ല ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ നിലനിൽക്കുന്നതെന്ന് ഈ ഒരു അർജി വളർന്നു വരുന്നതോറും മനസ്സിലാക്കിയാണ്. Arjay's mother also could not marry a white Dutch colonial Dariel Angle. അപ്പോൾ ഈ അർജയും എന്താണ്, അർജയുടെ മദറിന് ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിനുശേഷമാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. ബിക്കോസ് ഹെർ ഫാമിലി ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദാറ്റ് മാച്ച് ആൻഡ് ഷീ മാരീഡ് അർജയ്സ് ഫാദർ. അപ്പോൾ അർജയുടെ ഫാദറിനെ പിന്നീടാണ് ഇവന്റെ അമ്മ കല്യാണം കഴിക്കുന്നത്. അതിനു മുമ്പ് ഇവരുടെ അമ്മയ്ക്കും ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഫാമിലിയുടെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു റേഷ്യൽ പ്രശ്നങ്ങളും ജാതി മത പ്രശ്നങ്ങളൊക്കെ കാരണം അമ്മയ്ക്കും ആ ഒരു മാരേജ് ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് അർജയുടെ ഫാദറിനെയാണ് മാരേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇവരുടെ ഈ ഒരു എന്താണ് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാധ ആന്റിനെ നമുക്ക് ഇവർ പരിചയപ്പെടുത്തി തരുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കിയേ, ഇനി 3-ാമത്തെ ചാപ്റ്റർ എന്താണ്, സീ നോ ഈവിൾ ഹെർ നോ ഈവിൾ കേട്ടോ. അപ്പൊ 3-ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഓർത്ത് വയ്ക്കുക, സീ നോ ഈവിൾ ഹെർ നോ ഈവിൾ. അപ്പൊ ഒന്നും എന്താണ്, തിന്മകളൊന്നും കാണരുത്, തിന്മകളൊന്നും കേൾക്കരുത്, അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടിയാണ് ആ ഒരു ചാപ്റ്റർ വരുന്നത്. അങ്കിൾ ഡാരിൽ ഹു ഗ്രോ അപ്പ് ഇൻ ശ്രീലങ്ക വിത്ത് അമ്മ റിട്ടേൺസ് ടു ശ്രീലങ്ക ഫ്രം ഓസ്ട്രേലിയ. അപ്പൊ ഇവന്റെ അങ്കിളിനെയാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്, വേറൊരു ഫാമിലി മെമ്പർ ആണ് കേട്ടോ. അപ്പൊ അങ്കിൾ എവിടെ വന്നാണ്, ശ്രീലങ്ക ഓസ്ട്രേലിയയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. He works as a journalist in Australia and comes to Sri Lanka for work, mainly to see whether the government of Sri Lanka has been abusing its powers under the Prevention of Terrorism Act. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ ഈ ഒരു വർഗീയതയും കലാപവും ഒക്കെ ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. Dari leads Little Woman 1968-69 by Lucia Mary Alcott, buys Arjay's the sequels to Little Woman, Goodbyes, Little Men and Joy's Boys. It withdraws Dariel and Arjay's closer together. Arjay realizes that Dariel and Amma had a romantic relationship at a long time ago, before he left Sri Lanka. അപ്പോൾ ഈ ഡാരിയൽ അങ്കിൾ വന്നതിന് ശേഷം ഇവർ കുറച്ച് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 86-ല്
1771 68 69 അതൊക്കെ ഈ ഒരു ഡാരിയൽ പബ്ലിഷ് മേരി റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ എല്ലാം ഈ ഡാരി എന്ന് പറയുന്ന അങ്കിളിന്റെ എല്ലാം ലൂസിയ മേരി ഓൾക്കോട്ടിന്റെ ബുക്കുകളാണ്. അപ്പൊ ഇവരൊക്കെ ഇത് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ അർജയെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ ഒരു ഫ്രണ്ട് ആണല്ലോ. അപ്പൊ ഈ അമ്മയും ഈ ഒരു ഡാരി അങ്കിൾ തമ്മിൽ എന്തോ ഒരു ചെറിയ റിലേഷൻ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. Dariel uncle leaves for Jaffna to find out where himself the atrocities that could have been committed there. അപ്പോൾ ഈ ഒരു ഇയാളെ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജാഫ്നയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. He does not return to Colombo alive, but his body washes upon the shore of a ഫിഷിംഗ് വില്ലേജ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചു എന്നൊരു വാർത്തയാണ് പിന്നീട് ഇവര് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി അവിടെ ഒരു ഫിഷിംഗ് വില്ലേജിൽ വെച്ചിട്ട് കണ്ടു കിട്ടി എന്നൊക്കെ പിന്നീടാണ് ഇവര് അറിയുന്നത്. അപ്പൊ ഈ ഒരു ഗവൺമെന്റിനെ പറ്റിയും അവരുടെ എന്താണ് മെഷേഴ്സ് എന്തൊക്കെയാണ് പ്രിവെന്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്, അതിന്റെ റൈറ്റ്സും കലാപങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ജേർണലിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ഇൻസിഡന്റലി അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഡാരിയൽ അങ്കിൾസിന്റെ ഡെത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. അങ്കിളിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു ഡെത്തും നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നോക്കി. ചാപ്റ്റർ 4 ആണ് സ്മോൾ ചോയ്സസ്. ഓക്കെ, സ്മോൾ ചോയ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ചെറിയ എന്താണ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ. അതിനെക്കുറിച്ച് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ചാപ്റ്ററിൽ? Arjay's father appoints his friend son Jagan Parameshwaram at his hotel. അങ്ങനെ നമ്മുടെ അർജയുടെ ഫാദർ അജയുടെ എന്താണ് ഒരു ഫ്രണ്ടിനെ, അർജയുടെ ഫാദർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ മകനെ അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ജോലിക്കായിട്ട് വെക്കുകയാണ്. ജഗാൻ ആൻഡ് അർജയ് ബിക്കം ഫ്രണ്ട്സ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അർജയ് ഈസ് ഓൾസോ ലിറ്റിൽ മോർ അവെയർ ഓഫ് ഹിസ് സെക്ച്വാലിറ്റി. അപ്പൊ അർജയ്ക്ക് അവന്റെ ആ ഒരു സെക്ച്വാലിറ്റിയെ പറ്റി അപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. The tension between the two communities, the Tamil and the Sinhalese, continues to rise till Jagan is said to have been plotting to kill a Tamil politician. Arjay's father asked Jagan to leave. അപ്പോ ഈ ഒരു തമിഴും സിംഹാളീസും തമ്മിലൊരു ആ ഒരു പ്രശ്നം അല്ലെ, ആ ഒരു കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഒരു ടെൻഷൻ അപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ജഗാൻ എന്താണ് ഒരു തമിഴ് പൊളിറ്റീഷ്യനെ കൊല്ലാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അർജയുടെ ഫാദർ എന്ത് ചെയ്യുന്നു, അവനെ ആ ഒരു ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. അതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ നോക്കിയാൽ ചാപ്റ്റർ 5 എന്താണ്? ദ ബെസ്റ്റ് ഓഫ് ഓൾ സ്കൂൾ സമ്മറി. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഏറ്റവും നന്നായിട്ടുള്ളത് എന്തായിരുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പ സസ്പെക്ട് അർജയ് സെക്ഷുവാലിറ്റി ആൻഡ് സെൻസ് അർജയ് ടു വിക്ടോറിയ അക്കാദമി ടു ചേഞ്ച് ഹിസ് സൺ സെക്ഷൽ ഓറിയന്റേഷൻ. അപ്പോ ഈ അർജയുടെ അച്ഛന് ഏകദേശം ഇവന്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവന് എന്താണ് ഒരു സെക്ഷലി അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവന്റെ ഒരു ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ ക്യാരക്ടർ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അർജയനെ വിക്ടോറിയ അക്കാദമിയിലേക്ക് പഠിക്കാനായിട്ട് വിളിക്കുകയാണ്. എന്തിനാണ്? ടു ചേഞ്ച് ഹിസ് സൺസ് സെക്ഷൽ ഓറിയന്റേഷൻ. ആ മകന്റെ ആ ഒരു സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ഒരു കൺസേൺ അതൊക്കെ ഒന്ന് ശരിയാവണം, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്. വിക്ടോറിയ അക്കാദമി റൺ ബൈ ബ്ലാക്ക് ടൈ. ദ പ്രിൻസിപ്പൽ ഈസ് ഓപ്പൺ ടു ഓൾ എത്നിറ്റീസ്. അപ്പൊ അവിടുത്തെ എച്ചുമാരാണ് ബ്ലാക്ക് ടൈ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. അർജയ്സ് മീറ്റ് ഷെഹാൻ എ ഗേ. അവിടെ ചെല്ലുമ്പോഴാണ് അർജയ് നമ്മുടെ ഷെഹാൻ എന്ന് പറയുന്ന ഇവന്റെ തന്നെ ഈ ഒരു സെയിം ക്യാരക്ടറുള്ള അവനും ഒരു ഗേ ആണ്, ആ ഒരു ബോയിനെ പരിചയപ്പെടുന്നത്. ദേ ബിക്കം ഫ്രണ്ട് ആൻഡ് അർജയ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ഷെഹാൻ. അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആകും അല്ലെ, ഒരേപോലത്തെ നേച്ചർ ഒക്കെ ഉള്ളതാണ്, പെട്ടെന്ന് സിംഗിൾ ആവും. അപ്പൊ ആ ഒരു മിംഗ്ലിങ്ങിലൂടെ ഇവര് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തും. അവസാനം അത് എന്തിലേക്കും എത്തുന്നുണ്ട്? അർജയ് റിസൈഡ്സ് scheduled later and this is important for retaining the inclusiveness of the school. അങ്ങനെ അർജയൻ രണ്ടൊന്ന് കവിതയൊക്കെ എഴുതുന്നുണ്ട്, അതവിടെ റീഡ് ചെയ്യാൻ അവനായിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. Arjay and Shehan are beaten up every time Arjay forget his illness. അർജയനും നമ്മുടെ ഈ ഒരു ഷെഹാനും ഒക്കെ അവിടെ ആ ഒരു പ്രിൻസിപ്പലിന്റെ അടുത്തൊക്കെ നല്ല ചീത്തയും വഴക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് എന്താണ് അവിടെ ആ വിഷമങ്ങളൊക്കെ മറക്കും കേട്ടോ. Arjun realizes that the two of them are beaten up because they are not manly enough. അപ്പൊ അവർ രണ്ടുപേരും വിചാരിക്കുന്നത് അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒരു സെക്ഷുവൽ കൺസേൺ ഒക്കെ ഉണ്ട്, എന്താണ് അവരുടെ ഐഡന്റിറ്റി എന്നവര്
ക്ലിയർ ആവാത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ അടിയൊക്കെ കിട്ടുന്നത്, അവരെ വഴക്ക് പറയുന്നതാണ് അവരുടെ വിചാരം. ഷെഹാൻ kisses RJ, who then, comprehending and acknowledging his own sexuality, and their first sexual encounter happens in the garage of RJ's home. അങ്ങനെ ഈ രണ്ടുപേരും ഒരേ ഒരു നേച്ചറും ഒരേപോലെ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ സെയിം ആയിട്ടും എന്തിലേക്ക് വരും, ഒരേപോലെ ചിന്തിച്ച് ഒരേ ഒരു സെക്ഷൽ പാറ്റേണിലേക്കൊക്കെ വരികയാണ്. അപ്പൊ അവർ തമ്മിൽ അവിടെ അർജയുടെ ഹോമിൽ വെച്ച് അവരൊരു സെക്ഷൽ ഏർപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് അർജയ് ഫീൽസ് അഷേംഡ് ആൻഡ് ഡിസ്കസ്ഡ്. ഹി ഫീൽസ് ഹി ബിട്രേഡ് ഹിസ് ഫാമിലി. അപ്പോൾ പിന്നീട് അർജയ്ക്ക് വളരെ നാണക്കേട് തോന്നുകയാണ് കേട്ടോ. അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ, എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ഫാമിലിയെ മൊത്തം നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണോ ഞാൻ ചെയ്തതെന്നൊക്കെ ഓർത്തിട്ട് അർജയ്ക്ക് അവന്റെ ആ ഒരു അവൻ കാണിച്ച ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് അവൻ നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ഇതിനെ കുറിച്ചാണ്, റൈറ്റ് ജേർണൽ ആൻഡ് എപ്പിലോഗ് സമ്മറി. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇതിന്റെ ഒരു ലാസ്റ്റത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ശ്രീലങ്കയിലെ പൊളിറ്റിക്കൽ ടെൻഷൻ, അതായത് അവിടുത്തെ സൊസൈറ്റി എന്താണ്, സൊസൈറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ 6 നമ്മൾ കാണുന്നത് ദ റൈറ്റേഴ്സ് ബേൺ ഡൗൺ ഹൗസസ് ആൻഡ് കൊമേഴ്ഷ്യൽ ഹൗസസ് ഓൺഡ് ബൈ ദ തമിഴ്സ്. അപ്പൊ നമ്മുടെ ഈ റൈറ്റ്സ്, അതായത് കലാപകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേൺസ് ഡൗൺ ഹൗസസ്, അവര് അവിടുത്തെ വീടുകളൊക്കെ കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് കൊമേഴ്ഷ്യൽ ഹൗസസ് ഓൺഡ് ബൈ ദ തമിഴ്സ്, അതുപോലെ തമിഴന്മാര് താമസിക്കുന്ന വീടുകളൊക്കെ ഇവര് കലാപകാരികൾ ആക്രമിക്കുന്നുണ്ട്. അർജയ്സ് ഫാമിലി സീക്സ് അസൈലം ഇൻ നൈബേഴ്സ് ഹൗസ്. അങ്ങനെ അർജയുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അയൽവക്കക്കാരുടെ വീട്ടില് അഭയം തേടുകയാണ് ചെയ്യുന്നത്. Their hotel is burnt down and Arjay's grandparents അമ്മച്ചി ആൻഡ് അപ്പച്ചി are killed. അങ്ങനെ അർജയുടെ ഹോട്ടലൊക്കെ ഈ കലാപകാരികൾ ആക്രമിച്ച് ബേൺ ചെയ്ത് നശിപ്പിച്ചു കളയും. അങ്ങനെ ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ പേര് അപ്പച്ചി അമ്മച്ചി എന്നാണ്. അവർ രണ്ടുപേരും മരിക്കുകയാണ് ചെയ്യുന്നത്, അവർ കൊല്ലപ്പെടും. അർജയ്സ് ഫാമിലി ഡിസൈഡ്സ് ടു ലീവ് ദ കൺട്രി ഫോർ കാനഡ. അങ്ങനെ അർജയുടെ ഫാമിലി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മളുടെ നോവലിൽ പറയുന്നത്. ഓക്കെ, അർജയ്സ് ഹൗസ് ഈസ് റേസ്ഡ് ടു ദ ഗ്രൗണ്ട്. ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് അമ്മച്ചി ആൻഡ് അപ്പച്ചി ബേൺ ടു ഡെത്ത് ഇൻ ദെയർ കാർ ആൻഡ് ബൈ ദ റൈറ്റേഴ്സ്. അപ്പൊ ഇവരുടെ ഈ ഗ്രാൻഡ് പാരന്റ്സിനെ ഈ റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, തീ വെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കാറിൽ വെച്ചിട്ട് തന്നെ ഇവര് കത്തി പോകുന്നുണ്ട് അവരുടെ ഗ്രാൻഡ് പാരന്റ്സ്. അർജയ്സ് പാരന്റ്സ് ഡിസൈഡ് ടു ഫ്ലീ ഫ്രം ശ്രീലങ്ക ആൻഡ് മൂവ് ടു കാനഡ. അപ്പൊ ഇവിടെ ഒരുപാട് കലാപവും ഇതൊക്കെ വർഗീയതയൊക്കെ കൂടി വരുമ്പോൾ ഇവര് തമിഴൻസ് ആണല്ലോ, അപ്പൊ ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. കാരണം സിംഹാളീസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ശ്രീലങ്കക്കാര് ഒറിജിനലി അവരാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്കാണ് അവിടെ പ്രയോറിറ്റി, അവർക്കാണ് അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ ഇവരെന്ത് ചെയ്തു, അർജയുടെ പാരന്റ്സ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അർജയ് ഈസ് ഡീപ്ലി ട്രബിൾഡ് ബൈ ഓൾ ദ ഹാപ്പനിങ്സ്. അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അർജയ് ആകപ്പാടെ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതായിട്ട് അവന് കാണുന്നു. അവന് കുറച്ച് പേഴ്സണലി അവന് ഭയങ്കര കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ഓക്കെ, ഇനി അടുത്ത ടൈറ്റിൽ നോക്കിക്കേ, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയുടെ അടിയിൽ എന്തൊക്കെ ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, ജെൻഡർ ആൻഡ് സ്പേസ് ഹോം വരുന്നുണ്ട്, ജെൻഡർ ആൻഡ് സ്പേസ് സ്കൂൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ ഒരു ജെൻഡർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ, ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി. ഓക്കെ, അപ്പൊ എന്തിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് നോക്കാം. Funny Boy explores many social gender constructs that govern the private and public life of people. അപ്പോൾ എന്താണ്, ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ജീവിതത്തെയും അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതത്തെയും ഒക്കെ ഈ ഒരു ജെൻഡറും സെക്ഷുവാലിറ്റിയും വളരെയധികം എന്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ masculinity and femininity are defined in their social metrics and how these norms influence people. അപ്പോൾ ആളുകളെ ഇതെങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ ഒരു രണ്ട് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്നീ പറഞ്ഞ രണ്ട് പോയിന്റ്സ് വഴി ഉണ്ടാകുന്നത് എന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
Protagonist Arjay faces social gender stereotypes in the opening. അപ്പോൾ ഈ ഒരു നോവലിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടഗോണിസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഹീറോ. അപ്പൊ ഈ ഹീറോ ആയിട്ടുള്ള ഈ അർജയ്ക്ക് ആദ്യമായിട്ട് കുറച്ച് സോഷ്യലി ജെൻഡർ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. അവന്റെ ഐഡന്റിറ്റി എന്താണ്, ഞാൻ ആൺകുട്ടിയാണോ അല്ലെങ്കിൽ എന്താണ് എന്റെ ഇൻട്രസ്റ്റ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവന് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ കാണുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ ഡിവൈഡ് when his parents joined their extended family for a monthly reunion at his grandparents' house. അപ്പൊ ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും യൂണിയൻ ചെയ്യും, അല്ല അവർ റീയൂണിയൻ നടത്തുമ്പോഴാണ് ഈ ഒരു പ്രശ്നമൊക്കെ അവൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. His cousins would get together and play two games. The boy play cricket in the field outside the house, while the girls play bride the front garden. The road and the field that lay in front of the house belonged to the boys. The territory of the girl is confined to the back garden and the kitchen porch. This division along gender lines reflect the national divide along ethics lines that destroy the narrative and his family. Arjay manages to transcend the boundaries by taking part in bride gang owing to the force of his imagination. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പ്ലേ സ്ഥലം അല്ലെ, കളിസ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൺകുട്ടികൾ അവിടെ ഫ്രണ്ടിലായിട്ട് അവിടെ റോഡ് സൈഡിൽ എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നു, പിന്നെ പെൺകുട്ടികൾക്ക് കിച്ചന്റെ അതുപോലെ പോർച്ചിന്റെ സൈഡില് ഗാർഡനിലൊക്കെ കളിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവര് വേറെ വേറെ ഗെയിംസ് ഒക്കെയാണ് കളിക്കുന്നത് അല്ലെ. അപ്പോൾ അർജയ്ക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ആണ്, അവന്റെ ബൗണ്ടറി ഏതാണ്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഗെയിമിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ അവൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജെൻഡർ ആൻഡ് സ്പേസ് സ്കൂൾ. ഈ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് അവൻ ആ ഒരു കൺഫ്യൂഷൻ വരിക? അർജയ്സ് ഫാദർ സെന്റ് ഹിം ടു ക്യൂൻ വിക്ടോറിയ അക്കാദമി. അങ്ങനെ അവന്റെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവനെ ആ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യൂൻ വിക്ടോറിയ അക്കാദമിയിലേക്ക് ഇവന്റെ പാരന്റ് വിടുകയാണ്. with a belief that it will force him to become a man. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ഒരു ആൺകുട്ടിയാണ്, എന്നിട്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെയാണുള്ളത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, അങ്ങനെ കുറച്ച് അവനെ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അവനൊരു മാനാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് എന്ന് അവനെ ഒന്ന് ഫോഴ്സ് ചെയ്യിപ്പിക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് വിടുന്നത്. The institution is governed by an ethos of hyper masculinity and young boys who are expected to pattern their behavior as per dominant masculine stereotypes. Arjay meets Suya and their relationship plays an important role in the journey through which Arjay starts accepting his homosexuality. The school is also driven the ethic and political tensions and anxieties. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂളിൽ ചെല്ലുമ്പോഴും അർജയ്ക്ക് എന്താണ് ഈ ഒരു സെയിം കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്നു. The struggle colored by the ethnic conflict and the debate about the future of the academy, by extension the country. The principal imagines a modern multicultural academy where diverse communities will be given equal representation. But Logabudra believes in the idea of Sri Lanka as a pure Sinhala nation. പക്ഷേ ഇവിടെ ഇവനൊരു തമിഴനല്ലാത്തത് കൊണ്ട് ഇവന് അത്രയ്ക്ക് പ്രയോറിറ്റി ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ അവർ വിശ്വസിക്കുന്നതാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടും ഒരു സിംഹള നേഷൻ ആണ്, സിംഹാളീസ് മാത്രം അവരാണ് അവിടുത്തെ സിറ്റിസൺസ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവൻ ആ സ്കൂളിൽ നിന്നും അവന്റെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസിന് അവന്റെ സ്ട്രഗിൾ അവന് പിന്നെയും ഉണ്ട്, അത് കറക്റ്റ് ആക്കപ്പെടുന്നില്ല. ഇനി Arjay's family was a victim of ethnic violence in the 1950s. ഇനി ഇവിടെ ഒരു സൊസൈറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവര് ഈ ഒരു റൈറ്റ്സിന്റെ അവിടെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായ കലാപങ്ങളുടെ ഒക്കെ ഒരു വിക്റ്റിമായിട്ടാണ് നമ്മളോട് ഈ ഒരു അർജയനെയും അവന്റെ ഫാമിലിയെ പറ്റിയും പറയുന്നത് അല്ലെ. When his great grandfather had fallen victims to the riots, അങ്ങനെ ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഒരു റൈറ്റിലൊക്കെ കൊല്ലപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. The failed relation of Radha Aunty and his mother are other instances of the division. അങ്ങനെ ഇവന്റെ അമ്മയുടെയും അതുപോലെ രാധ ആന്റിയുടെയും റിലേഷൻഷിപ്പ് അല്ലെ, അവർക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, പക്ഷെ അതും എന്താണ്, അത് ഫെയിൽഡ് ആയി പോകും. അതും എന്തിന്റെ ബേസിൽ തന്നെയാണ്? ഇവിടെ ഈ റൈറ്റ്സ് ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്നതിന് ആ ഒരു സെയിം കാരണം തന്നെയാണ് അല്ലെ. അവര് സിംഹാലിസ് ആണ്, ഇവർ തമിഴ്സ് ആണ്, അങ്ങനെ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിലും ഇവരുടെ ഒരു ലവ് അഫെയർ ഒക്കെ ഫെയിൽഡ് ആയി പോകുന്നത്. രാധ ആന്റി could not marry Anil because the society does not accept it. അപ്പൊ സൊസൈറ്റി ഒരിക്കലും ഈ രാധ ആന്റിയെ ഈ അനിലായിട്ടുള്ള സിംഹളിയായിട്ടുള്ള ഈ ഒരു അനിലിനെ കല്യാണം കഴിയാൻ അവർ സമ്മതിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
ഹിസ് മദർ ഓൾസോ ഹാഡ് ദ സെയിം ഫേറ്റ്. അവന്റെ അമ്മയ്ക്കും എങ്ങനെ തന്നെയായിരുന്നു, മാരേജിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതും ഇതുപോലെ തന്നെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അവരത് ഡിനൈ ചെയ്തിട്ട് ഈ അർജയുടെ ഫാദറിനെ മാരി ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ എന്തിനാണ്, ഇവർ ഇതിന്റെ ഒരു വിക്ടിംസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കലാപത്തിന്റെയും അതുപോലെ തന്നെ ഈ നാഷണൽ ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ടെൻഷന്റെയും ഒക്കെ ഒരു വിക്ടിംസ് ആയിട്ട് ഈ അർജയുടെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. Queen Victoria Academy is clearly divided between Sinhala and Tamil identities. അപ്പൊ ഇവിടെ ഈ ഇവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ ഒരു സിംഹള അല്ല നമ്മുടെ ഈ ഒരു ക്വീൻ വിക്ടോറിയ അക്കാദമിയിൽ വിടുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും ഈ സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ, അതായത് തമിഴിനും അതുപോലെ തന്നെ സിംഹള ഐഡന്റിറ്റീസും അവിടെയും എന്താണ് ഇവർക്ക് പ്രശ്നങ്ങൾ, അവർക്ക് അത്ര വലിയ ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ കിട്ടുന്നില്ല. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ക്ലാസ് റൂംസ് ഫോർ ഈച്ച് എത്നിക് കമ്മ്യൂണിറ്റി. അവിടെയും എന്ത് തന്നെയായിരുന്നു, സിംഹളീസിന് വേറെ തമിഴ്സിന് വേറെ, അവിടെയും ആ ഒരു ഡിസ്ക്രിമിനേഷൻ നന്നായിട്ട് ഇവർ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ദ പ്രിൻസിപ്പൽ മിസ്റ്റർ അബി സിംഹെ ആൻഡ് ദ വൈസ് പ്രിൻസിപ്പൽ മിസ്റ്റർ ലോകപുത്ര ഹാവ് റെവലറി. അപ്പൊ അവിടെയുള്ള പ്രിൻസിപ്പളും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളും ഒക്കെ അവരൊക്കെ എന്ത് തന്നെയാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ബ്ലാക്ക് ടൈ aims to preserve the multicultural inclusivity of the academy, but the vice principal wants to turn it into an exclusive Sinhala Buddhist institution. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ടൈ എന്ന് പറയുന്ന ഈ ഒരു ആൾക്ക് അവിടെ എല്ലാ തരത്തിലുള്ള ഒരു എന്താണ് മൾട്ടി കൾച്ചറൽ ഇൻക്ലൂസിവിറ്റി, അതായത് എല്ലാ മതക്കാരും അല്ലെങ്കിൽ എല്ലാ ആളുകളും തമിഴിലും സിംഹളീസും ഒക്കെ വേണം, ബുദ്ധിസ്റ്റുകളും അല്ലാത്തവരും ഹിന്ദുസ് എല്ലാവരും വേണം, എല്ലാവരും ഒരുപോലെ വരണം എന്നൊക്കെയാണ് അയാളുടെ ആഗ്രഹം. പക്ഷെ ഈ ഒരു വൈസ് പ്രിൻസിപ്പലിന്റെ സ്ഥാനത്തിരിക്കുന്ന ആൾ ഒന്നും സമ്മതിക്കുന്നില്ല. അവരുടെ ആഗ്രഹം എപ്പോഴും എന്ത് തന്നെയാണ്, അവർ ആ ഒരു അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു റിലീജിയൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്താണ് ആവശ്യം, ടേൺസ് ഇൻടു ആൻ എക്സ്ക്ലൂസീവ് സിംഹള ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്കതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിംഹള അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. Arjay's ethnic identity as a Tamil is violently in conflict with his national identity as a Sri Lankan. അപ്പോൾ ഈ ഒരു അർജയുടെ ഈ ഒരു തമിഴ് ഐഡന്റിറ്റി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു നാഷണൽ ഐഡന്റിറ്റി ആയിട്ടുള്ള ഈ ശ്രീലങ്കൻ ഐഡന്റിറ്റി തമ്മിൽ വളരെ ഒരു കോൺഫ്ലിക്റ്റ്, വളരെ സ്ട്രഗിൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. The novel ends in the backdrop of the 1983 riots where the Sinhalese mobs attacked, looted and killed Tamils in Colombo and other part of the country. അപ്പൊ ഈ നോവലിന്റെ ഈ ഒരു എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്, ഇവരുടെ ഒരു ഫാമിലി പ്രശ്നങ്ങളും ഇവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസും എന്താണ് പൊളിറ്റിക്കൽ ടെൻഷൻ, പൊളിറ്റിക്കലി ഒരു സ്ട്രഗിള് സൊസൈറ്റിയിലുള്ളത് പീപ്പിൾസിനെ എല്ലാം നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ ഒരു നോവല് എൻഡിങ്ങിലും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുക, കാരണം അതിനൊരു അവസാനം വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, അവർക്ക് അതിന് എന്ത് കഷ്ടമാണ്, അവരുടെ നാട് പോയി വീട് പോയി അവര് മൈഗ്രേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയാണ് ഈ ഒരു നോവല് എൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്, The novel ends in the backdrop of the 1983 riots. അപ്പോൾ ഈ ഒരു 1983 കലാപം നടക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്. വേറെ സിംഹളീസ് മോബ്സ് അറ്റാക്ക്. അപ്പൊ ഈ സിംഹളീസ് ആയിട്ടുള്ള, അതായത് ശ്രീലങ്കക്കാരായിട്ടുള്ള ഈ വയലന്റ് ആയിട്ടുള്ള ഈ ജനങ്ങള് അവര് അവിടെയുള്ള തമിഴന്മാരായിട്ടുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുന്നു, അവരെ ലൂട്ട് ചെയ്യുന്നു, അവരെ കൊള്ളയടിക്കുന്നു. ആൻഡ് കിൽഡ്, ഒരുപാട് പേരെ കൊല്ലപ്പെടുന്നു, അവരെ കൊല്ലുന്നു. Tamils in Colombo and other parts of the country. അവിടെ കൊളംബോയിലും അതുപോലെ ശ്രീലങ്കയുടെ പല ഭാഗങ്ങളിലും ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. Arjay's family escaped this attack narrowly as they are protected by their Sinhalese neighbors and friends. അപ്പോ ഈ ഒരു നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ഈ കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിംസും ആണെങ്കിൽ മുസ്ലിംസ് പോയി ഹിന്ദുക്കളെ കൊല്ലും, അവര് ഹിന്ദുക്കളെ കൊല്ലും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. അപ്പൊ ഈ മുസ്ലിംസ് ആണ് കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് അവരുടെ ജാതിക്കാരൊന്നും ചെയ്യില്ല അല്ലെ. ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവര് അവരുടെ ജാതിക്കാരൊന്നും. അപ്പൊ ഇവിടെ ഈ അർജയും ഫാമിലി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അവരുടെ അയൽവാസികൾ അല്ലെ, അയൽവാസികൾ നല്ലതായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറയും അല്ലെ. അപ്പൊ ഇവരുടെ അയൽവാസികൾ സിംഹളീസ് ആയിരുന്നു, പക്ഷെ അവര് അത്രയ്ക്ക് സ്നേഹബന്ധത്തിലുള്ളവരായതുകൊണ്ട് അവരുടെ വീട്ടിലാണ് ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഈ ഒരു തമിഴ് ഫാമിലി ആയിട്ടുള്ള അർജയും ഫാമിലിയും അവിടെ അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ അവര് അവരുടെ ആ ഒരു ഫ്രണ്ട്സിന്റെ ഈ സിംഹളി ആയിട്ടുള്ള ആ ഒരു നൈബേഴ്സിന്റെ സഹായത്തോടു കൂടി അവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. As their survival is threatened,
ദേ ഡിസൈഡ് ടു മൈഗ്രേറ്റ് ടു കാനഡ. അങ്ങനെ അവിടെ അവർക്ക് അങ്ങനെ അധികം സമയം ഒളിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ, ഒത്തിരി സമയം നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിക്കും പ്രശ്നമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് വളരെ പെട്ടെന്ന് തന്നെ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, അവിടുന്ന് പലായനം ചെയ്ത് അവർ കുടിയേറി പാർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നോവല് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റൈറ്റ്സ് അല്ലെ റിവോൾട്ടും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു നോവല് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൈറ്റിൽ വന്നിട്ട് എന്താണ്, ഫണ്ണി ബോയ് അല്ലെ, അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടിയാണ് നോവൽ വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നോവല്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, നമുക്ക് ഒരു ഫിലിം ഒക്കെ കണ്ട ഒരു രീതിയിൽ നമുക്ക് മനസ്സിൽ പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ് അല്ലെ. കാരണം നമ്മള് ഇങ്ങനത്തെ ഒരുപാട് കലാപങ്ങൾ ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും, ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ എപ്പിസോഡുകൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതിനകത്ത് ഓരോ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഓരോ ചാപ്റ്ററിനും ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഓരോ പേരുകൾ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തേതായിട്ട് ചാപ്റ്റർ 1ന്റെ പേര് വന്നിട്ട് പിഗ്സ് കാൻ ഫ്ലൈ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് രാധ ആന്റി ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ സീ നോ ഈവിൾ, ഹെർ നോ ഈവിൾ, ഹെർ നോ ഈവിൾ എന്നാണ് കേട്ടോ. ഇനി നാലാമത്തെ ചാപ്റ്റർ എന്താണ്, സ്മോൾ ചോയ്സസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അഞ്ചാമത്തെ ചാപ്റ്റർ ദ ബെസ്റ്റ് ഓഫ് ഓൾ സ്കൂൾസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആറാമത്തെ ചാപ്റ്റർ വന്നിട്ട് റൈറ്റ് ജേർണൽ ആൻഡ് എപ്പിലോഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അപ്പോൾ 6 ചാപ്റ്റേഴ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിനെ കുറിച്ചും അതിന്റെ സമ്മറിയും കൊടുത്തിട്ടുണ്ട്. ആ സമ്മറിനെ അനലൈസ് ചെയ്ത് അല്ലെ ഒന്ന് അനാലിസിസ് ചെയ്ത് കുറച്ചും കൂടി പ്രിസൈസ് ഫോമിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, കാരണം ഇത് ഒട്ടും ബുദ്ധിമുട്ടില്ല. അതിന്റെ മുൻപത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചും ഇത് വളരെ ബെറ്റർ ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പിന്നെ നമ്മുടെ പതിവ് പോലത്തെ കുറച്ച് വൺ വേർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ വാസ് ഫണ്ണി ബോയ് പബ്ലിഷ്ഡ്, ഫണ്ണി ബോയ് പബ്ലിഷ് ചെയ്ത ഇയർ ചോദിച്ചിട്ടുണ്ട്, 1994. ദ നോവൽ ഈസ് നെറേറ്റഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ്, ഈ നോവല് ആര് പറയുന്നതായിട്ടാണ് അല്ലെ, അർജി അവന്റെ കഥ പറയുന്നതായിട്ടാണ് നോവൽ. അപ്പൊ അർജിയാണ് ഇതിനകത്തെ നെറേറ്റർ. ശ്യാം സെൽവദുരൈ കറന്റ്ലി ലിവ്സ് ഇൻ കൊളംബോ, ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്. The novel Funny Boy is divided into, നോവലിന് എത്ര പാർട്ടുണ്ട്, 6 ചാപ്റ്റേഴ്സ്. RJ is selected the leader of the girls territory, RJ ഒരു ഗേൾസ് ടെറിട്ടറിയുടെ ഭാഗമായിട്ടാണ് സെലക്ടഡ് ആയത്. Who calls RJ all kind of wild names, തനുജ. RJയെ എല്ലാ തരത്തിലുള്ള കളിയാക്കി വിളിക്കുന്ന പേരുകളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ആരാണ്, തനുജ എന്ന് പറയുന്ന അവന്റെ കസിനാണ്. Who is the only girl who plays with the boys, അപ്പൊ ബോയ്സിന്റെ കൂടെ കളിക്കുന്ന പെൺകുട്ടികൾ ഒരാളെ ഉണ്ടായിരുന്നു, ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നു. അവളുടെ പേരെന്താണ്, മീന എന്നായിരുന്നു അല്ലെ. രാധ ആന്റി റിട്ടേൺഡ് ഫ്രം അമേരിക്ക, രാധ ആന്റി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. രാധ ആന്റി ലവ്സ് ഹു, അനിൽ ജെയിംസ് സിൻഹായി, രാധ ആന്റി സ്നേഹിച്ചിരുന്ന ആരെയാണ്, അനിലിനെയാണ്. ഹൂം ഡസ് രാധ ആന്റി മാരി, പക്ഷെ കല്യാണം കഴിച്ചത് ആരെയാണ്, രാജൻ നാഗേന്ദ്രയാണ് വിവാഹം ചെയ്തത്. രാധ ആന്റി ഈസ് അറ്റാക്ഡ് ഇൻ ദ ട്രെയിൻ ഓൺ ഹെർ വേ ബാക്ക് ഫ്രം, എവിടുന്നാണ് ആന്റി എവിടുന്ന് വന്നപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്, ജാഫിന എന്ന സ്ഥലത്ത് നിന്ന് വന്നപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. അങ്കിൾ ഡാറിയൽ ഈസ് എ ജേർണലിസ്റ്റ്, ഡാറിയൽ അങ്കിൾ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പ begins to suspect RJ's sexuality and decides that RJ needs to be transferred to Queen Victoria Academy. അപ്പൊ അവന്റെ അച്ഛൻ അവന്റെ ആ ഒരു ഐഡന്റിറ്റി സെക്സ്വാലിറ്റി ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യൂൻ വിക്ടോറിയ അക്കാദമിയിലേക്കാണ് വിട്ടത്. Who is called black tie, ഇവിടെ ബ്ലാക്ക് ടൈ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്, ക്യൂൻ വിക്ടോറിയ അക്കാദമിയിലെ പ്രിൻസിപ്പളിനെയാണ് ഇവിടെ ബ്ലാക്ക് ടൈ എന്ന് വിളിക്കുന്നത്. ലോക് ബന്ദ്ര ഈസ്, ലോക് ബന്ദ്ര എന്ന് പറയുന്ന ആരാണ്, വൈസ് പ്രിൻസിപ്പളിന്റെ പേരാണ് ലോക് ബന്ദ്ര, ഇവിടുത്തെയാണ് ക്യൂൻ വിക്ടോറിയ അക്കാദമിയിലെ. അർജയ്സ് ഫാമിലി ലീവ്സ് ഫോർ വിച്ച് കൺട്രി, അർജയുടെ ഫാമിലി എവിടേക്കാണ് കുടിയേറിപ്പാർന്നത് അല്ലെങ്കിൽ പാലായനം ചെയ്ത് എവിടേക്കാണ്, കാനഡ അല്ലെ, അതേ ഫ്ലീ ടു കാനഡ. വിച്ച് ഗേൾസ് വിച്ച് RJ പ്ലേസ് ഓഫ് ദ ഫോളോയിങ് ഗെയിം, അപ്പൊ ഗേൾസിന്റെ കൂടെ RJ കളിച്ച ഗെയിമിന്റെ പേര് എന്തായിരുന്നു, ബ്രൈഡ് എന്നായിരുന്നു അതിന്റെ പേര്. മിസ്റ്റർ അബിസിൻഹെ, മിസ്റ്റർ അബിസിൻഹെ ആരായിരുന്നു, RJ's ഫാദർ, RJയുടെ ഫാദർ ആയിരുന്നു അബിസിൻഹെ. അടുത്ത എന്താണ്,
ഫണ്ണി ബോയ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ബില്ലിംഗ്സ്ട്രോമാൻ. ഫണ്ണി ബോയ് എന്താണ്? ഒരു ബില്ലിംഗ്സ്ട്രോമാൻ ആയിട്ടാണ് അവസാനിക്കുന്നത്. ഓക്കെ, ബില്ലിംഗ്സ്ട്രോമാൻ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻഡിങ് ഒക്കെ വരുന്ന നോവലുകളെയാണ് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു അവരുടെ അറിവ് കൊണ്ട് ഓരോ കാലം കഴിയുന്നതും തനിയെ പരിവർത്തനം സംഭവിച്ച് അവസാനിക്കുന്ന ഓരോ ഒന്നിനാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ബില്ലിംഗ്സ്ട്രോമിൽ പെട്ടൊരു നോവലാണ് നമുക്ക് പറയാം, ക്ലാസിഫൈഡ് ആസ് ബില്ലിംഗ്സ്ട്രോം കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ട് അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇനി മനസ്സിലാകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ സമ്മറി ഒക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.